നമസ്കാരം. എല്ലാവർക്കും മധുസ് ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില തിയറികൾ പഠിക്കാൻ തുടങ്ങുകയാണ്. തുടർന്ന് വരുന്ന വീഡിയോസിൽ ഇത് വളരെ വിശദീകരിച്ച് നമ്മൾ പഠിക്കുന്നതാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ആറ്റത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആറ്റത്തെക്കുറിച്ചും ഇലക്ട്രോണുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും ആണ് ഇന്നത്തെ ക്ലാസ്. ഭൂമിയിലുള്ള എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റം എന്ന് പറയുന്ന വളരെ ചെറിയ കണികകൾ കൊണ്ടാണ്. ആറ്റത്തെ നമുക്ക് കാണാൻ കഴിയില്ല. മൈക്രോസ്കോപ്പ് കൊണ്ട് പോലും കാണാൻ കഴിയാത്ത അത്ര ചെറുതാണ് ആറ്റം. ഈ ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച് ആദ്യമായിട്ടൊരു സിദ്ധാന്തം ഉണ്ടാക്കിയത് റൂദർഫോർഡും നീൽസ് ബോർ എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ്. അവരുടെ മോഡലാണ് ഇന്നിപ്പോൾ നമ്മൾ പിന്തുടരുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ആറ്റത്തിൻ്റെ ഒരു മോഡൽ. ഇതിൻ്റെ കേന്ദ്രത്തിൽ സെൻറ്ററിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഈ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ട്. ഈ പ്രോട്ടോണുകൾ പോസിറ്റീവ് ചാർജുള്ള കണികകളും ആണ്. ഈ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഇലക്ട്രോണുകൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊരു നിശ്ചിത പാതയിലൂടെയാണ് ഈ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത്. ആ പാതയ്ക്ക് നമ്മൾ ഓർബിറ്റ് എന്ന് പറയും. ഇതൊരു ഓർബിറ്റാണ്, ഇത് മറ്റൊരു ഓർബിറ്റാണ്. ഇങ്ങനെ ആറ്റത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഓർബിറ്റുകളുടെ എണ്ണം, ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഓർബിറ്റുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും. ഇതിൽ ഏറ്റവും ഉള്ളിലുള്ള ഈ ഓർബിറ്റിൽ 2 ഇലക്ട്രോണുകളാണുള്ളത്. തുടർന്ന് വരുന്ന ഓർബിറ്റുകളിലൊക്കെ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഫോർമുലയാണിത്, 2n². n എന്ന് പറയുന്നത് ഓർബിറ്റിൻ്റെ നമ്പറാണ്. ഇത് ഒന്നാമത്തെ ഓർബിറ്റ്, രണ്ടാമത്തെ ഓർബിറ്റ്, ഇനി മൂന്നാമത്തെ, നാലാമത്തെ, അങ്ങനെ ഓർബിറ്റുകൾ ഉണ്ടാവും. ഓരോ മൂലകത്തിൻ്റെ ആറ്റത്തിനും ഓർബിറ്റുകളുടെ എണ്ണം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ n എന്ന് പറയുന്നത് ഓർബിറ്റുകളുടെ എണ്ണം. ആദ്യത്തെ ഓർബിറ്റിൽ 1, n 1 ആണെങ്കിൽ 1² = 1. ആ 1നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2 കിട്ടും. 1 ഗുണിക്കാൻ 2 2. അപ്പോൾ ആദ്യത്തെ ഓർബിറ്റിൽ 2 ഇലക്ട്രോണുകൾ. തുടർന്ന് വരുന്ന ഓരോ ഓർബിറ്റിലും ഇങ്ങനെ തന്നെയാണ്. ഇത് രണ്ടാമത്തെ ഓർബിറ്റ് ആണെങ്കിൽ n-ന് പകരം 2, 2² = 4. 4 ഗുണിക്കണം 2 8. അപ്പോൾ അടുത്ത ഓർബിറ്റിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ടാവും. തുടർന്ന് 18, 32, ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ആറ്റത്തിൻ്റെ ഘടന. ഈ ആറ്റത്തിൽ ഉള്ളിലുള്ള ഷെല്ലുകൾ, ഈ ഓർബിറ്റുകൾക്ക് ഷെൽ എന്നും പറയും. ഈ ഷെല്ലുകളിലുള്ള ഈ ഇലക്ട്രോണുകൾ ഇതിൻ്റെ കേന്ദ്രമായിട്ടുള്ള ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ ആകർഷണം കാരണം, പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ് പ്രോട്ടോണുകൾ. ഈ പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഈ ന്യൂക്ലിയസിന് പൊതുവെ ഒരു പോസിറ്റീവ് ചാർജാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഈ ഉള്ളിലുള്ള ഓർബിറ്റുകളിലത്തെ ഇലക്ട്രോണുകൾ ഇത് വളരെയധികം ആകർഷിച്ച് ഒരു ആകർഷണ ശക്തി അതിൽ അനുഭവപ്പെടുന്നുണ്ട്. പ്രോട്ടോണുകൾ ഇതിനെ ആകർഷിക്കും, ഇലക്ട്രോണുകളെ. അപ്പോൾ അത്തരം ഇലക്ട്രോണുകൾക്ക് ചലന സ്വാതന്ത്ര്യം കുറവായിരിക്കും, ചലിക്കാനുള്ള കഴിവ് കുറവാണ്. അതുകൊണ്ട് അവയെ ബൗണ്ട് ഇലക്ട്രോണുകൾ എന്ന് പറയും. ഇതിവിടെ ചലന സ്വാതന്ത്ര്യം കുറഞ്ഞ ഇലക്ട്രോണുകളാണ് ബൗണ്ട് ഇലക്ട്രോണുകൾ. ഈ ഔട്ടർ ഷെല്ലിലുള്ള, പുറമേയുള്ള ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾക്ക് ഈ പ്രോട്ടോണുകളുടെ ആകർഷണ ശക്തി അത്ര തന്നെ അനുഭവപ്പെടുന്നില്ല, ആകർഷണ ശക്തി കുറവായിരിക്കും. ഈ ഇലക്ട്രോണുകൾക്ക് ചലിക്കാൻ കഴിയും. അവയെ നമ്മൾ ഫ്രീ ഇലക്ട്രോണുകൾ എന്ന് പറയും. നമ്മൾ ഈ ആറ്റത്തിലേക്ക് എന്തെങ്കിലും ഒരു എനർജി കൊടുക്കുകയാണെങ്കിൽ ഈ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾക്ക് ചലന സ്വാതന്ത്ര്യം കിട്ടും. അവ ചലിക്കാൻ തുടങ്ങും. ഈ ഇലക്ട്രോണുകൾ, ഈ ചലിക്കാൻ തുടങ്ങുന്ന ഇലക്ട്രോണുകൾ നമ്മൾ ചലിക്കുന്നത് കൊണ്ട് അവയാണ് വൈദ്യുത പ്രവാഹം ഉണ്ടാക്കുന്നത്. ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുത പ്രവാഹം. അപ്പോൾ ഈ ഇലക്ട്രോണുകൾ ചലിക്കുന്നത് കൊണ്ട്, ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ ചലിക്കുന്നത് കൊണ്ട് അവയ്ക്ക് വൈദ്യുത പ്രവാഹം ഉണ്ടാക്കാൻ കഴിയും. ന്യൂക്ലിയസിനകത്ത് 2 തരം കണികകളാണ്, പ്രോട്ടോണും ന്യൂട്രോണും.
ഈ പ്രോട്ടോണിന് ഒരു പ്ലസ് ചാർജും പോസിറ്റീവ് ചാർജും, ന്യൂട്രോണിന് യാതൊരു ചാർജും ഇല്ല. ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. അതുകൊണ്ട് ഈ ന്യൂക്ലിയസിന് എപ്പോഴും ഒരു പോസിറ്റീവ് ചാർജാണ് ഉണ്ടാവുക. ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുത പ്രവാഹം എന്ന് പറഞ്ഞു. വൈദ്യുതി പ്രവഹിക്കുന്നത് ഇലക്ട്രോണുകളുടെ പ്രവാഹം കൊണ്ടാണ്. ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ നെഗറ്റീവ് ചാർജും ഇലക്ട്രോണുകളുടെ എണ്ണം കുറവാണെങ്കിൽ പോസിറ്റീവ് ചാർജുമാണ് ആറ്റത്തിന് ഉണ്ടാവുക. സാധാരണഗതിയിൽ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണവും ഈ ഓർബിറ്റുകളിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. അതുകൊണ്ട് ആറ്റം അങ്ങനെ ഒരു ചാർജ് ഇല്ലാത്ത ന്യൂട്രൽ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിതിലേക്ക് പുറമേ നിന്ന് ഊർജം കൊടുത്ത് ഇലക്ട്രോണുകളെ ചലിപ്പിക്കുമ്പോഴാണ് അതിൽ ആറ്റത്തിന് ചാർജ് കൈവരുന്നത്. ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുത പ്രവാഹം എന്ന് പറഞ്ഞു. ഇത് ഒരു കണ്ടക്ടറാണ്. ഒരു വൈദ്യുതി കടത്തിവിടുന്ന വസ്തുവിന് നമ്മൾ കണ്ടക്ടർ എന്ന് പറയും. വൈദ്യുതിയെ കടത്തിവിടാത്ത വസ്തുക്കളെ നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറയും. വൈദ്യുതിയെ ഭാഗികമായി മാത്രം കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ സെമി കണ്ടക്ടർ എന്നാണ് പറയുന്നത്. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ വൈദ്യുത ചാലകം, ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ കുചാലകം, സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അർദ്ധചാലകം. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. ഇതൊരു ചാലകമാണ്. ഈ ചാലകത്തിൽ നമ്മൾ നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ്. ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും. ഇതൊരു ബാറ്ററിയുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഈ ബാറ്ററിയിൽ നിന്നും പുറപ്പെടുന്ന ഇലക്ട്രോണുകൾ ഇവിടെ എത്തും. ഈ ഇലക്ട്രോണുകൾ ഈ പോസിറ്റീവ് ചാർജ് ആകർഷിക്കുന്നത് കൊണ്ട് അവ ഈ കണ്ടക്ടറിലൂടെ മുന്നോട്ട് സഞ്ചരിക്കും. മാത്രമല്ല, ഈ ബാറ്ററിയിൽ നിന്ന് ഒരു പ്രഷർ, ഒരു മർദ്ദം അവിടെ അനുഭവപ്പെടുന്നുണ്ട് ഇലക്ട്രോണുകളുടെ. ആ മർദ്ദം കാരണം ഈ കണ്ടക്ടറിലുള്ള ഫ്രീ ഇലക്ട്രോണുകൾ എല്ലാം ഇങ്ങോട്ട് മുന്നിലേക്ക് ചലിക്കും. അപ്പോൾ അവിടെ ഒരു വൈദ്യുത പ്രവാഹം ഉണ്ടാവും. ഈ ഇലക്ട്രോണുകളുടെ പ്രവാഹം കൊണ്ടാണ് വൈദ്യുത പ്രവാഹം ഉണ്ടാവുന്നത്. പക്ഷെ നമ്മൾ കൺവെൻഷനലായിട്ട് കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് സഞ്ചരിക്കുന്നതായിട്ടാണ് നമ്മൾ കരുതുന്നത്. കൺവെൻഷണൽ കറണ്ട് ഫ്ലോ അങ്ങനെയാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനൊക്കെ പറഞ്ഞിട്ടുള്ള ആ തത്വം അനുസരിച്ച് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് പ്രവഹിക്കുന്നത്. പക്ഷെ ആ പ്രവാഹം ഉണ്ടാവാൻ കാരണം ഈ ഇലക്ട്രോൺ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. ഇതൊരു കണ്ടക്ടറാണ്. കണ്ടക്ടറിൽ ധാരാളം ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ടാവും. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ചാലകം, സുചാലകം. അതുപോലെ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ വൈദ്യുതിയെ പ്രവഹിപ്പിക്കാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ. ഇൻസുലേറ്ററുകളിൽ ഫ്രീ ഇലക്ട്രോണുകൾ വളരെ കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. ഇത് രണ്ടിനും ഇടയിൽ, കണ്ടക്ടറിനും ഇൻസുലേറ്ററിനും ഇടയിലുള്ള വസ്തുക്കളാണ് സെമി കണ്ടക്ടറുകൾ അഥവാ അർദ്ധചാലകങ്ങൾ. ഈ അർദ്ധചാലകം ഇലക്ട്രോണിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് പറയുന്നതാണ്. ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുത പ്രവാഹം എന്ന് പറഞ്ഞു. ഈ വൈദ്യുത പ്രവാഹത്തെ അളക്കാനുള്ള യൂണിറ്റാണ് ആംബിയർ. ആംബിയറിനേക്കാൾ ചെറിയ യൂണിറ്റ് മില്ലി ആംബിയർ, മില്ലി ആംബിയറിനേക്കാൾ ചെറിയ യൂണിറ്റ് മൈക്രോ ആംബിയർ. ഈ കറണ്ടും വോൾട്ടതയും തമ്മിൽ വ്യത്യാസമുണ്ട്. വോൾട്ടത എന്ന് പറയുന്നത് ഒരു പ്രഷറാണ്, ഒരു മർദ്ദം. ഈ വൈദ്യുതിയുടെ സോഴ്സിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു മർദ്ദമാണ് വോൾട്ടത. വോൾട്ടത ഉള്ളത് കൊണ്ടാണ് കറണ്ട് പ്രവഹിക്കുന്നത്. വോൾട്ടതയുടെ യൂണിറ്റ് വോൾട്ടാണ്, വോൾട്ട്സ്. കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ. ഇങ്ങനെ ഒരു വസ്തുവിലൂടെ ഇങ്ങനെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ ആ വസ്തു ആ വൈദ്യുത പ്രവാഹത്തിന് എതിരായിട്ട് ഒരു മർദ്ദം ഒരു ഘർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്. എല്ലാ വസ്തുക്കളും ആ ഘർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്. ആ ഘർഷണത്തെ, വൈദ്യുതിക്ക് എതിരായിട്ടുള്ള പ്രയോഗിക്കുന്ന ആ ഘർഷണത്തെ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയും. പ്രതിരോധം, വസ്തുവിൻ്റെ പ്രതിരോധം ആണത് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഓം.
ജോർജ് സൈമൺ ഓം എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റിന് ഓം എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. ഈ ഓം സൈമൺ ഓം എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റൻസിന് വോൾട്ടേജ്, കറണ്ട് എന്നിവയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ലോ ഉണ്ട്. ആ ലോ ആണ് ഓംസ് ലോ. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണെന്ന് പറഞ്ഞു. ഓമിനേക്കാൾ വലിയ യൂണിറ്റ് ഉണ്ട്, കിലോ ഓം, മെഗാ ഓം എന്നിങ്ങനെയുള്ള യൂണിറ്റുകളുണ്ട്. ഓമിനേക്കാൾ ചെറിയ യൂണിറ്റാണ് മില്ലി ഓം, മൈക്രോ ഓം എന്നിവ. ഈ ഓംസ് ലോയിൽ റെസിസ്റ്റൻസ് ആർ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് സമം വോൾട്ടേജ് ബൈ കറണ്ട്. വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ടും കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയറും റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓമും ആണ്. ഇവിടെ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു സർക്യൂട്ടിലെ കറണ്ട് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ അതിൽ വോൾട്ടേജിനെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതുപോലെ വോൾട്ടേജ് കിട്ടാൻ കറണ്ടും റെസിസ്റ്റൻസും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഐ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ, വി എന്ന് പറയുന്നത് വോൾട്ടേജിൻ്റെ യൂണിറ്റാണ് വോൾട്ട്, ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്, അതിൻ്റെ യൂണിറ്റ് ഓം. ഇത് കൂടാതെ ഓമിൻ്റെ ഒരു പവർ ലോ എന്ന് പറയുന്ന ഒരു ലോ കൂടിയുണ്ട്. പവർ പി സമം ഐ ഇൻറ്റു വി. ഐ എന്ന് പറഞ്ഞാൽ കറണ്ട്, വി എന്ന് പറയുന്നത് വോൾട്ടേജ്. ഐ ആംബിയറിലും വി വോൾട്ടിലുമാണ്. അങ്ങനെ ആകുമ്പോൾ കിട്ടുന്ന പവർ വാട്ട്സിലാണ് ഉണ്ടാവുക, വാട്ട്സ്. അത് കണ്ടുപിടിക്കാൻ മറ്റൊരു ഫോർമുല ഉണ്ട്. അതാണ് വി സ്ക്വയർ ബൈ ആർ അല്ലെങ്കിൽ ഐ സ്ക്വയർ ആർ എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ട്, ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് അത് പവർ കണ്ടുപിടിക്കാൻ പറ്റും. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഓം. ഓമിനേക്കാൾ വലിയ യൂണിറ്റ് കിലോ ഓം, കെ ഓം എന്നാണ് എഴുതുക. മെഗാ ഓം, എം ഓം എന്ന് എഴുതും. ഇവിടെ മില്ലി എന്നുള്ളതിന് എം സ്മോൾ ലെറ്റർ, ഓം, മില്ലി ഓം, ഇത് മൈക്രോ ഓം. അതുപോലെ ആംബിയർ, കറണ്ടിൻ്റെ യൂണിറ്റാണ് ആംബിയർ. ആംബിയറിനേക്കാൾ ചെറിയ യൂണിറ്റ് മില്ലി ആംബിയർ, അതിനേക്കാൾ ചെറുത് മൈക്രോ ആംബിയർ. വോൾട്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ അഥവാ വോൾട്ടതയുടെ യൂണിറ്റാണ്. അതിന് മില്ലി വോൾട്ട്, മൈക്രോ വോൾട്ട് എന്നിങ്ങനെ രണ്ട് ചെറിയ യൂണിറ്റുകൾ കൂടി ഉണ്ട്. ഇത് കൂടാതെ ഇതിന് കിലോ വോൾട്ടും മെഗാ വോൾട്ടും ഒക്കെ ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ഇനി വരുന്ന വീഡിയോകളിൽ ഇത് വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇലക്ട്രോണിക്സ് പഠിക്കാൻ ഈ ബേസിക്സ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇത് തിയറി കുറച്ച് കൂടുതൽ വിശദീകരിക്കാമെന്ന് കരുതുന്നത്.